ഹൗ ടു സമ്മതിപ്പിക്കൽ യുവർ പാരൻസ് ഫോർ ദ ഐ നോ ഇറ്റ്സ് ടഫ്. കാരണം എനിക്ക് മനസ്സിലാവും, ഞാൻ അതിൻ്റെ ഇപ്പോഴും ആ ഫേസിലാന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴാണെങ്കിലും ട്രിപ്പ് പോകുമ്പോഴും വീട്ടുകാരോട് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ചോദിക്കാൻ നിൽക്കത്തില്ല. ചോദിച്ചാൽ വിടൂല 100% ഉറപ്പാണ്. കുറെ ക്വസ്റ്റ്യൻസ് കാണാം, എനിക്ക് അതൊന്നും ഡീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറയും, ഞാൻ പോവാ അച്ഛാ, ഞാൻ പോവാകുമ്പോ ഒബ്വിയസ്ലി അപ്പുറത്തൊന്നും പറ്റത്തില്ല, ശരിയാവില്ല, നോ വേ എല്ലാം കേൾക്കും. പക്ഷെ ഞാൻ ആസ് എ ഗേൾ ചൈൽഡ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ പാരൻസ് കുറച്ച് കൺസേൺഡ് ആണ്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെ ട്രിപ്പ് വിടത്തില്ല. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകാമെങ്കിൽ നമ്മൾ എത്ര കരയണമെന്ന് നമുക്കറിയാം. എല്ലാ പാരൻസും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. എല്ലാവരും മാറി വരുന്നുണ്ട്, എല്ലാവരും പുറത്തൊക്കെ ട്രിപ്പുകളൊക്കെ എല്ലാം വിടാൻ വേണ്ടി എല്ലാം സമ്മതിക്കുന്നതെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും കുറച്ച് പേര് ആ പഴയ ചിന്താഗതിയാണ്. കുറ്റം പറയാൻ പറ്റില്ല, അവരങ്ങനെയാണ് വളർന്നു വന്നത്. റിസ്ക് എടുത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ലൈഫ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. നമ്മൾ വെറുതെ ഒരു കൂട്ടിൽ അടച്ചിട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് എനിക്ക് എൻ്റെ പാരൻസ് തിരിച്ചെന്നെ വീട്ടിൽ കയറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങ് കാരണം പിന്നെയുള്ള ആൾക്കാർ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഈ വീട്ടിൽ പറയാതെ പോകുമ്പം എങ്ങനെയാ ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യണം. സോ എന്നോട് ചോദിച്ചവരോട് എനിക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഞാൻ കരഞ്ഞു വിളിച്ച് അവസാനം ഞാൻ പോകാറുണ്ട്, വിട്ടില്ലെങ്കിൽ പോലും. കാരണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചാൽ പോകാതിരിക്കുന്ന ബാഡായിരിക്കും. തിരിച്ചു വരുമ്പം വീട്ടിൽ കയറ്റുമെന്നൊരു പ്രതീക്ഷയിൽ നമ്മളങ്ങ് വരും. പിന്നെ നമ്മൾ ഇത്രയും പോയിട്ട് പ്രശ്നമൊന്നും ഇല്ലാതെ തിരിച്ചു വരുമ്പം വീട്ടുകാർ പിന്നെ പറഞ്ഞ വീട്ടിൽ കയറ്റൂലേ. എല്ലാം നല്ല രീതിയിൽ പോയി വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പഠിച്ച് ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം. പിന്നെ പാരൻസ് ഈ നമ്മളെ എതിർത്ത് നിൽക്കുന്ന പറയുമ്പോൾ നമ്മുടെ സേഫ്റ്റി കൺസേൺസ് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. ശരിയാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ്. ഇഫ് ദേ ബിലീവ് ലൈക്ക് വി ക്യാൻ ഡു ഇറ്റ്, എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി പാരൻസ് തന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ നമ്മളിങ്ങനെ അടച്ച് പൂട്ടിയിരുന്നിട്ട് വലിയ കാര്യമുണ്ട്. ഇത്രയും നല്ലൊരു ലോകം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ? അതൊക്കെ കണ്ടിട്ട് അങ്ങ് തരും.